എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ഒരു ഗോത്രം മുഴുവനും മുസ്ലിം ആകാൻ കുറച്ച് ആൾക്കാർ വന്നു. പ്രവാചകൻ മസ്ജിദ് നബവിയിൽ വിളിച്ചു കയറ്റി, ബാ അകത്ത് കയറി. എന്താ വന്നത് നബിയെ? ഞങ്ങൾ ഇസ്ലാം മുസ്ലിം വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട്. മുസ്ലിം ആകണമെങ്കിൽ, ഞങ്ങൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ? ഒന്ന്, ജിഹാദിന് പോകാൻ പറയരുത്, എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ പറയരുത്. ഞങ്ങൾ മുസ്ലിം ആകാം, ഞങ്ങളോട് അവിടെ ഇവിടെ ഒന്ന് യുദ്ധത്തിന് പോകാൻ പറയരുത്, പറ്റൂല. ശരി. രണ്ടാമത്തത്, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയരുത്, എന്ന് പറഞ്ഞാൽ സദക്കയും സക്കാത്തും കൊടുക്കാൻ പറയരുത്. നല്ല ഐഡിയ. മുത്തുനബി ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഞങ്ങൾ മുസ്ലിം ആകാം, ജിഹാദിന് വരൂല, ഞങ്ങളുടെ പൈസ ഞങ്ങൾ ആർക്കും കൊടുക്കൂല, ഞങ്ങൾ നിസ്കരിക്കത്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിഹാദ് പോണ്ടെങ്കിൽ പോണ്ട, നിങ്ങളുടെ ഇഷ്ടം. ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടുകാർക്ക് കൊടുക്കാൻ വയ്യെങ്കിൽ കൊടുക്കണ്ട, എന്ന് പറഞ്ഞാൽ മരിക്കണ കാലം വരെ അല്ലട്ടാ, താൽക്കാലികം. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ നിസ്കാരം വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായ ഈ വഖത്ത് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുസ്ലിമായ ഈ വഖത്ത് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായി. നിസ്കാരം എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിച്ചിട്ട് നിസ്കരിക്കണം. ഇനി പഠിക്കാൻ സമയമില്ല, ഇത്തിരി സമയമേ ഉള്ളൂ, അറിയുന്നത് പോലെ നിസ്കരിക്കണമെന്ന് നബിഗിന റസൂലുള്ളാഹി. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വെള്ളമുണ്ടെങ്കിൽ ഉളുവെടുത്തിട്ട് നിസ്കരിക്കണം, വെള്ളമില്ലെങ്കിൽ തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. ഇനി വെള്ളവുമില്ല മണ്ണുമില്ല, ഒന്നും വേണ്ട, നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളവുമില്ല, തയമം ചെയ്യാൻ മണ്ണുമില്ല എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരിക്കരുതെന്ന. ഇല്ലെങ്കിൽ നിസ്കരിച്ചോ, ഒന്നു വേണ്ട, ശുദ്ധി വേണമെന്നില്ല, നിസ്കരിക്ക്. വസ്ത്രമുണ്ടെങ്കിൽ ധരിക്കണം, വസ്ത്രമില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഔറത്ത് മറയ്ക്കണം. ഇനി അതിനുമില്ലെങ്കിൽ നീ ഒന്നും വിടണ്ട, എന്നാലും നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്ന് നിസ്കരിക്ക്, ഇല്ലെങ്കിൽ ഇരിക്ക്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, കിടന്ന് നിസ്കരിക്ക്. കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റണില്ലേ, കൈകാലനക്ക് നിസ്കരിക്ക്. എന്നാലും നിസ്കരിക്കണ്ട എന്ന് ദീൻ പഠിപ്പിക്കുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മരിക്കാൻ കിടക്കുന്നവന് നിസ്കാരം നിർബന്ധമാണ്. മരിക്കാൻ കിടക്കുന്നവനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാ. എന്തേ മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റാത്തത്? എന്തേ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാള് ഒരു വഖത്ത് നിസ്കാരം ഖളയാക്കിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് ഖളയാക്കിയാൽ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് എഴുതി വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി കഴിഞ്ഞോ. ഇന്നത്തെ ദിവസം നിസ്കരിക്കാത്തവര്, നിസ്കരിക്കാത്ത പെങ്ങള്, എന്തെങ്കിലും കാരണമുണ്ടാകണം, എന്തെങ്കിലും കാരണമുണ്ടാകണം. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവനും നിസ്കാരം നിർബന്ധമാ. അവനും പറയാൻ കാരണമില്ല. പടച്ചവനെ, നിത്യമായി മൂത്രമൊഴിക്കുന്നവനുണ്ട്, അവനോട് നിസ്കരിക്കണ്ട എന്ന് ദീൻ പറയുന്നില്ല, അവനും നിസ്കരിക്കണമെന്ന് നിർബന്ധമാണ്. പെങ്ങളെ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് മലക്കെഴുതി വെച്ചിട്ടുണ്ടടി പൊന്നുമോളെ. പോകാതെ രക്ഷപ്പെടാൻ പറ്റുമോ? ചെറുപ്പക്കാരോ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോടാ, മടിയല്ലേ മോനെ? പള്ളിയുടെ മുന്നിലൂടെ നടന്നാലും കേറാ മടിയല്ലേ? പള്ളിയുടെ മുന്നിൽ കടവച്ചിരിക്കുന്നവനും നിസ്കരിക്കാ മടിയാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ ശബ്ദം കേൾക്കുന്ന വീട്ടുകാരനും പള്ളിക്കകത്ത് കേറാ മടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമസ്കാരം കളയാക്കുന്നവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു
വക്കത്ത് നിസ്കാരം ആരെങ്കിലും കളയാക്കിയാൽ, കാരണമില്ലാതെ കളയാക്കിയാൽ നരകത്തിന്റെ മുന്നിൽ അവന്റെ പേരെഴുതും. പോകൽ നിർബന്ധമാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു വക്കത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ അവൻ കാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മുഫസ്സിരീങ്ങൾ പറയുന്നു, അവൻ അവസാനം കുഫറിലേക്ക് പോയി പെട്ടുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാതെ പള്ളിയും പട്ടോ ഇല്ലാതെ വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അല്ല തന്നെ ഇല്ലാന്ന് പറയുമോ ഇല്ലേ? നിരീശ്വരവാദികളുടെ നേതാവിന്റെ പേരെന്താപ്പാ? ജബ്ബാർ. എന്താ പേര്? ജബ്ബാർ. അതന്നെ. നിസ്കരിയും പള്ളിയും പട്ടമൊന്നും ഇല്ലാത്തവൻ അവസാനം കുഫറിൽ പോയി പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തേ സഹോദര നിസ്കരിക്കാൻ ഇത്ര മടിയെന്തേ? ഇതടാ, വീട്ടിൽ വളർത്തുന്ന നായി, റോഡിൽ കാണുന്ന ഒരു നായിക്ക് തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുത്താൽ നിന്നെ എന്ന് കണ്ടാലും അത് വാലാട്ടി കാണിക്കില്ല. നന്ദിയുണ്ടല്ലോ അതിന്. നിനക്കറിയുമോ, പട്ടിയും പന്നിയും നമുക്ക് തൊടാൻ പാടില്ലല്ലോ. നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പന്നിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? പന്നി പറയും, പടച്ചവനെ എനിക്കൊരു പരാതി ഉണ്ടല്ലാ. എന്തെന്നറിയോ? മുസ്ലിമീങ്ങൾക്ക് എന്നെ തിന്നാനോ എന്നെ തൊടാനോ പറ്റിയില്ലല്ലോ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് എൻ്റെ ഇറച്ചി കഴിക്കാനും പറ്റൂല, എന്നെ തൊടാൻ പോലും അവർക്ക് അനുവാദമില്ലല്ലോ. എനിക്കതിൽ വിഷമമുണ്ട് പടച്ചവനെ. എന്നാലും അൽഹംദുലില്ലാ. പന്നി പറയാ, എന്നാലും അൽഹംദുലില്ലാ. എന്തേ അൽഹംദുലില്ലാ പറഞ്ഞെന്നറിയോ? നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി എന്നെ നീ സൃഷ്ടിച്ചില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പന്നി പോലും പറയുന്നത്, അല്ലാഹ് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ, പന്നിയായിട്ടല്ലേ സൃഷ്ടിച്ചുള്ളൂ, അൽഹംദുലില്ലാ. ആ പന്നിയെക്കാളും വൃത്തികെട്ടവനായി പോകും നമ്മൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ ഇമാമ ഖുത്ബ ഓതുമ്പോൾ ഓടി ഇങ്ങോട്ട് വരും, തലകുത്തി വീഴും. അന്നും വരണ്ടടാ മോനെ. എന്താ അന്ന് വല്ല പ്രത്യേകത ഉണ്ടോ? അന്ന് വല്ല പ്രത്യേകതയുണ്ടോ? വെള്ളിയാഴ്ച ദിവസം മാത്രം ജമാഅത്ത് വെള്ളിയാഴ്ച പള്ളി നിറയും അല്ലേ പ്രസിഡന്റ്? ബാക്കിയുള്ള വക്കത്തിന് ഒരു സഫ് ഉണ്ടില്ലേ? അത്ര തന്നെ, 1-2 സഫ്. എവിടെ പോകും നിങ്ങളൊക്കെ? എവിടെ പോകുന്നു? നിങ്ങൾക്ക് വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുമോ? ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലല്ലാതെ ജമാഅത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ എവിടാ നിസ്കരിക്കണേ? നീ എവിടാ നിസ്കരിക്കണേ? പള്ളിയുടെ അടുത്തുള്ളവനെന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമെങ്കിൽ നിനക്കിതിനകത്തേ നിസ്കാരമുള്ളൂ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, കണ്ണിന് കാഴ്ചയില്ല, ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കാൻ വരണമെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ടുപോകാൻ വേണം, ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നില്ല നബിയെ. ആരെയും കിട്ടാതെ വരുമ്പോൾ ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ? പറ്റൂല. ബാങ്ക് വിളിക്കുന്നത് വീട്ടിൽ കേൾക്കുമോ? കേൾക്കും നബിയെ. ഒരു കയറെടുത്തൊരു തുമ്പ് അവിടെ കെട്ടും, ഒരു തുമ്പ് ഇവിടെ കെട്ടും, എന്നിട്ട് ആ കയറി പിടിച്ചിട്ടാണെങ്കിലും പള്ളി വന്ന് നിസ്കരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത സഹാബിയോടാ പറഞ്ഞ്, നിനക്ക് എന്ത് അസുഖമുള്ളത്? കാലും കയ്യും എല്ലാം ഉണ്ട്. മോനെ, നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിക്കകത്ത് ഇരുത്താനും അല്ലാഹ്ക്ക് അറിയാമെന്ന് മറന്നു പോകരുത്. നീ പള്ളിക്കകത്ത് വന്ന് വെള്ളിയാഴ്ച പോലും നിനക്ക് നേരത്തെ വരാൻ വയ്യ. എന്നാൽ നിന്നെ കൊണ്ടുവന്നിട്ട് ഈ പള്ളിക്കകത്ത് ഇരുത്തിയിട്ട് നിന്നെ നിലവിളിപ്പിക്കാനും പടച്ചവൻ അറിയാം. നിന്റെ മോന് ക്യാൻസർ വന്ന, നിന്റെ മോക്ക് എന്തെങ്കിലും ട്യൂമർ വന്ന, നിന്റെ കിഡ്നി തകർന്നു പോയാ, നിന്നെ ഈ പള്ളിക്കകത്ത് വന്ന് സുജൂദി കിടന്നിട്ട് നിന്നെ കൊണ്ട് അല്ല വിളിപ്പിക്കും, അല്ലാ അല്ലാ അല്ലാ, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ്ക്ക് അതും അറിയാം, നീ ഓർത്തു വെച്ചോ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ്ക്ക് എല്ലാം അറിയാം. ഈ പള്ളിക്കകത്ത് ഇരുന്നിട്ട് നീ നിലവിളിക്കും, ഇറങ്ങൂല എങ്ങോട്ട്. നിന്റെ സ്വന്തം മകന് ക്യാൻസർ രോഗം വന്നാ നീ ഇറങ്ങുമോ ഈ പള്ളിക്കകത്ത്? ഇവിടെ കിടക്കും കരഞ്ഞുകൊണ്ട് ഈ മക്കാമിന്റെ മുന്നിൽ. കിടത്തിക്കാനും അല്ലാഹ്ക്ക് അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു, നിസ്കരിക്ക്. എന്തിനാ മടി? അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞത് അല്ലാഹ്ക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയല്ലേ? അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയാ. നിനക്കറിയുവോ നിസ്കാരം മുടക്കാനുള്ള കാരണം? നീ പലതല്ലേ, കടയും കച്ചവടവും ബിസിനസ്സുമല്ലേ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ നടക്കില്ലായിരുന്നു, ഇന്നിങ്ങനെ കൈപൊക്കാതിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നിസ്കരിക്കുവോ?
ഇൻഷാ അല്ലാ പറ. പോരാ മോനെ, നിനക്ക് ബോധമുണ്ട്, നിന്റെ വാപ്പാടെ പ്രായമുള്ളവർ പുറകിരിക്കണം, അവർക്ക് ഇൻഷാ അല്ലാ പറയാൻ നാക്ക് പൊങ്ങുന്നില്ല. ഇൻഷാ അല്ലാ പറഞ്ഞേ. അള്ളാഹുവെ, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് നാളെ മുതൽ നിസ്കാരം തുടങ്ങുമെന്ന് ആര് ഇൻഷാ അല്ലാ പറയുന്നുണ്ടോ അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി പറ ഇൻഷാ അല്ലാ. ഒന്നുകൂടെ പറയാനറിയാം അല്ലേ? പറയാനറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെ അല്ല വാപ്പ, അറിയോ പ്രതിഫലം? അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, 2 പ്രതിഫലം പറയും, ദുആ ചെയ്യും. തങ്ങൾ വരുവോ ജുനേദ്? അപ്പൊ ഇന്നത്തെ തങ്ങൾ ഞാൻ തന്നെയാ. ദുആ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ ദുആ ചെയ്ത് പിരിഞ്ഞേക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ. നിസ്കരിക്കോ? നിസ്കരിക്കോ? പ്രതിഫലം അറിയോ? അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 2 പ്രതിഫലം തരും. നിസ്കരിച്ചാൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നല്ലതുപോലെ കേട്ടോ. നിസ്കരിക്കാൻ മടിയുള്ള പെങ്ങള്, മക്കളെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാത്ത ഉമ്മമാരെ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന പാഠമാ. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹ് പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച 2 പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും നീ തെണ്ടേണ്ടി വരില്ല. പിരിവതാ എന്ന് പറഞ്ഞ് നടക്കേണ്ട. എടാ, അള്ളാന് നിനക്ക് വിശ്വാസമുണ്ടോ? ഖുർആനിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഹദീസല്ല ഞാൻ പറഞ്ഞത്, ഖുർആൻ സൂറത്തു ത്വാഹ അവസാനത്തെ പേജ് നീ പോയിട്ട് വായിച്ചു നോക്ക്. അല്ലാഹ് പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിച്ച ഞാൻ തരും മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയാ, ഞാൻ തരാം. കൊറോണ വന്നാലും ഇനി എന്തൊക്കെ വന്നാലും നിന്റെ വീട്ടിൽ പട്ടിണി വരൂല, ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലുക റിസ്ഖ. അല്ലാഹ് പറയുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ഉറക്കപ്പറ, ആര് തരും ഭക്ഷണം? എന്ത് ചെയ്യണം? 5 നേരം നിസ്കരിക്കണം. അപ്പൊ ചെറുപ്പക്കാരെ എന്റെ മുഖത്ത് നോക്കുന്നു, ഉസ്താദെ അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോണ്ട ഇല്ലേ? നാളെ മുതൽ ജോലിക്കൊന്നും പോണ്ട, മഞ്ഞും സെൽവി ഇറങ്ങുന്ന പോലെ ആഹാരം ഇറങ്ങുമോ ഇല്ലേ? അതല്ലേ? അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ട, അള്ളാഹു ഭക്ഷണം തരും, പള്ളിക്കകത്തിരുന്നാ മതിയോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാകും എന്ന് പറയുന്നവരുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എടാ, നീ ഇന്ന് രാത്രി മരിച്ച നിന്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ഞാൻ ഇന്ന് മരിച്ച എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ 2 മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ഞാൻ കബറിൽ നിന്ന് പാഴ്സൽ അയക്കുമോ അതോ വേറെ ആരെങ്കിലും കൊടുക്കുമോ? ആര് കൊടുക്കും? പറ. നീ മരിച്ച നിന്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും ആരാ ഭക്ഷണം കൊടുക്കുന്നേ? പറ പാപ്പ, നിങ്ങള് പറ. ആര് കൊടുക്കും? പറയാൻ കാശുവല്ലം വേണോ? നീ പള്ളിക്കൂടി പോയാൽ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? അല്ലാഹ് കൊടുക്കും. ആ അല്ലാഹ്ക്ക് എന്താ ഇപ്പൊ പറ്റൂലേ? അല്ലാഹല്ലേ പറഞ്ഞത് ഞാൻ തരാന്ന്, നീ എന്തിനാ പേടിക്കണേ? അല്ലാഹ് പറഞ്ഞതാ, മരിക്കുന്ന കാലം വരെ അംബാനിയുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ഉണ്ടാവില്ല. അല്ലാഹ് പറയുന്നു, ഞാൻ തരും. ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക. ഞാനാ റാസിഖ്, ഞാനാ ഭക്ഷണം തരുന്നവൻ, ഞാൻ തന്നെ തരും. അല്ലാഹ് പറഞ്ഞതായിരിക്കണം. ഏത് ഉസ്താദിന്റെ അടുക്ക് വേണമെങ്കിലും ഖുർആൻ എടുത്തുകൊണ്ട് പോയിട്ട് അർത്ഥം വെച്ച് നോക്ക്. അല്ലാഹ് പറഞ്ഞത് ഞാൻ തരാന്ന്. നിനക്ക് എവിടെങ്കിലും തികയുന്നുണ്ടോ? നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ദാരിദ്ര്യം. ഉസ്താദെ അതാ ഉസ്താദെ, പട്ടിണിയാ ഉസ്താദെ. എന്തുകൊണ്ട്? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കണില്ല, നീ പള്ളിയുടെ 1ാമത്തെ സഫീ വന്ന് നിസ്കരിക്കുന്നുണ്ട്. നീ നിസ്കരിക്കും, നിന്റെ ഭാര്യയില്ല, മക്കളും ഇല്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞു മരിക്കുന്ന രാഷ്ട്രീയക്കാരൻ അല്ലാഹ് വാക്ക് മാറ്റാൻ. അത് വോട്ട് വരുമ്പോ പലരും ഇലക്ഷൻ വരുമ്പോ പറയാം അത് തരാ ഇതരാ. പക്ഷെ അല്ലാഹ് അങ്ങനല്ല, അല്ലാഹ് പറഞ്ഞ പാലിക്കുന്നവനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു പറയുന്നു മരിക്കുന്ന കാലം വരെ ഞാൻ തരും ആമിന ഭക്ഷണം, നിസ്കരിക്കാമിന. അല്ലാതെ നിന്റെ കെട്ടിയവന് ജോലിയുണ്ടോ ഇല്ലേ? നിന്റെ കെട്ടിയവന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകത്തുള്ളൂ. നിന്റെ ഭർത്താവിന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലടാ ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ കെട്ടിയവന്റെ ബോധം പോയാ പിന്നെ ചെമ്പരത്തി പറ്റുകൊണ്ടിടക്കല്ലേ ഏത് എവിടെ ജോലി ഇട്ട പിന്നെ അവന് വേറെ അല്ലേ പണി? നീ എഴുന്നേറ്റ് നിൽക്കാൻ കയ്യും കാലും നട്ടല്ലും ഉണ്ടെങ്കിലല്ലേ, നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകത്തുള്ളൂ. ഈ ആരോഗ്യം തരുന്നതാരാ? അല്ലാഹ്. അല്ലേ തരണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് 5 നേരം നിസ്കരിക്ക്. മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരൂല. ഒരു പള്ളിയുടെ മുന്നിലും പോയിട്ട് എൻ്റെ മോളെ കെട്ടിക്കണം, എനിക്ക് പൈസ പിരിക്കാനുള്ള ലെറ്റർ പേഡിൽ എഴുതിത്തായി എന്ന് പറഞ്ഞ് തെണ്ടേണ്ട ഗതി അള്ളാഹ് നിനക്ക് വരുത്തൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 2, ചിലര് പറയൂ ഉസ്താദേ എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ റമളാൻ മാസത്തില. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമോ? പറയടോ. നിങ്ങളുടെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ ഈ മോൻ എന്തെങ്കിലും കിട്ടുമോ? കിട്ടൂല. പിന്നെ എന്തിനാ നീ പറഞ്ഞുകൊണ്ട് നടക്കണം? ഉസ്താദ് എൻ്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു, സംസം വെള്ളം കുടിച്ചിട്ടാ മരിക്കണം. അവർക്ക് സ്വർഗം കിട്ടി, നിനക്കെന്തോ കിട്ടി? നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നിനക്കൊന്നും കിട്ടത്തില്ല. ആ ഉമ്മാടെ യഥാർത്ഥ മോനാണെങ്കിൽ എടാ അതിനെക്കാലം നല്ലതുപോലെ മരിച്ചു കാണിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമളാനിലെ വെള്ളിയാഴ്ച മരിക്കണം. അപ്പോഴാ ഉപ്പാടെ മോനാവണേ, അല്ലാതെ തൂങ്ങി മരിച്ചാതെ വല്ല ആവോ? നൂഹ് നബിയുടെ പൊന്നുമകൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോഴും അള്ള പറഞ്ഞത് വലൈസ മിൻ അഹ്ലി, വിട്ടേരെ, കുടുംബത്തിൽ പറഞ്ഞവനല്ലെന്ന് വിട്ടേക്കാൻ. അങ്ങയുടെ കുടുംബക്കാരനല്ല നബിയെ, വിട്ടേക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? തലകുത്തി ഒന്നും നിൽക്കേണ്ട ആരും. അള്ളാഹു പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? അള്ളാഹു പറയുകയാ, 5 നേരം നിസ്കരിക്കുന്നവർക്ക് പടച്ചിറപ്പ് നല്ല മരണം തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എടാ മരിക്കുമ്പോഴും അന്തസ്സോടെ മരിക്കണം ചെറുപ്പക്കാരാ. ഉപ്പമാരെ, മരിക്കുമ്പോഴും അന്തസ്സോടുകൂടി മരിക്കണം. വെറുതെ മരിച്ചാ പോരാ, എങ്ങനെയെങ്കിലും ചത്തുപോയാ പോരാ. മരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ആ മരിക്കുമ്പോഴും അഭിമാനത്തോടു കൂടി മരിക്കണം. എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയുമോ? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്. വിവാഹം പോലും കഴിച്ചിട്ടില്ല. മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തുകയാണ്. ഹുബൈബിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നീ ചെറിയ പയ്യനാടാ, വിവാഹം പോലും കഴിച്ചിട്ടില്ല, എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? എന്തിനാ ചെറുപ്പത്തിലേ മരിക്കുന്നത്? ഹുബൈബേ, നീ പറയുന്ന പെണ്ണിനെ കൂടെ നിനക്ക് തരാ, നീ കാണിക്കുന്ന പെണ്ണിനെ തന്നെ നിന്റെ കൂടെ കിടത്താ, എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ, അധികാരം തരാമടാ, ഈ പുതിയ മതം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വാടാ. ഹുബൈബ് തയ്യാറായില്ല. അവസാനം ഹുബൈബിന്റെ കൂട്ടുകാരാണ് ശത്രുക്കള്. അവര് പറഞ്ഞു, ഹുബൈബേ, നീ മതം മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ വെറുതെ വിടാ. അതിനും ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം ഹുബൈബ് തങ്ങളെ തൂക്കാ സമയമായി. അവര് ചോദിച്ചു, ചാകുന്നതിന് മുമ്പ് വല്ല അഭിലാഷവുമുണ്ടോ? ചാകുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്നറിയുമോ? 1-2 റക്അത്ത് നമസ്കരിക്കണം. അവസാനത്തെ അഭിലാഷം ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ അഭിലാഷം 2 റക്അത്ത് നിസ്കരിക്കണമെന്നായിരുന്നു. ഒളുവെടുത്തു, നിസ്കരിച്ചു, പെട്ടെന്ന് സലാം വീട്ടി, സുജൂദിലേക്ക് വീണു. എന്നിട്ട് കരയുന്നു, നാഥാ, എപ്പ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ വലിയ സൂറത്തുകളാണ് ഓതാറ്. ഇന്ന് ചെറുതായി പോയി റബ്ബേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല റബ്ബേ, മതിയായിട്ടല്ല അല്ലാ. എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവര് വിചാരിക്കും ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്. ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന് ഇവര് കരുതും. തമ്പുരാനെ, ഞാൻ എന്തിനാ അല്ലാ പേടിക്കുന്നത്? എടാ, കഴുകുമരത്തിന്റെ
കുന്നിന്റെ മുകളിൽ കയറി ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു. അതാ കുന്തം കൊണ്ട് വന്ന് ഹുബൈബ് തങ്ങളുടെ പച്ച ഇറച്ചി അവര് കുത്തി വലിച്ചെടുക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് പിടിച്ച് തിരിക്കുകയാണ്. കിബിലയുടെ നേരെ നിന്നിട്ട് ചാകണ്ട. ആ സമയത്ത് ഹുബൈബ് തങ്ങൾ പാടിയത് എന്തെന്നറിയോ? അവിടെന്ന് പറയുകയാ, എന്നെ നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ല. തല വെട്ടി മുറിക്കണോ, കൈകാലുകൾ വെട്ടി മുറിക്കണോ, കെട്ടി തൂക്കണോ, ഇഞ്ചിഞ്ചായി കൊല്ലണോ, എങ്ങനെ കൊന്നാലും ഹുബൈബിനൊന്നുമില്ലടാ. ഹുബൈബ് മരിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാ. ഇത് പറയുമ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത കോപം വരികയാണ്. അവര് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് അവര് വലിച്ചു മുറുക്കുകയാ. ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിന്റെ മലക്കുകൾ കിടന്നു വരികയാണ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയുകയാ, എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നോക്കടാ ഹുബൈബേ, ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുകയാ. ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാ. എന്തിനാ വന്നതെന്നറിയുമോ? നിന്റെ റൂഹിനെ സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ല്, അതുകൊണ്ട് വിഷമിക്കല്ല്. ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, 5 വഖ്ത് ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല നിന്നെ അങ്ങ് കൈവിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ പള്ളിക്കകത്ത് വന്ന് പ്രായമായവര് പോലും ഇവിടെ വന്ന് നിസ്കരിക്കുമല്ലോ. അത് വെറുതെയല്ല വാപ്പാ. നീ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാന് മക്കള് വേണ്ട, ഭാര്യ വേണ്ട, കൂടപ്പിറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട, ഒരാളും വേണ്ട. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയുമോ? ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിക്കുമ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് അത് കണ്ടിട്ട് കളിയാക്കി ചിരിക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ അതാ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, പറയടാ ഹുബൈബ്, വിളിച്ചു പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിളിച്ചു പറയടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുത്തിൽ കയറ് മുറുകുമ്പോ അതാ തന്റെ മുന്നിൽ നിന്ന് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിനാദം പോലെ, ഇടിത്തീ പോലെ അതുവരെ ചിരിച്ചവരുടെ കണ്ണ് തള്ളി പോവുകയാണ്. അവരുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോഴാ ഹുബൈബ് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞത്.
പേടിച്ചു പോയടാ. അതുവരെ ചിരിച്ചവന്മാരുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തൂങ്ങി മരിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? കണ്ണ് തള്ളിയിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് നാക്ക് കടിച്ചു പിടിച്ചിട്ട് ശരീരം മുഴുവനും മാന്തി കീറിയിട്ട് പേടിയല്ലേ കാണാ, പേടിയല്ലേ കാണാ. എങ്കിലും കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലവെച്ചുകൊണ്ട് ആ ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്നത് കണ്ടപ്പോ കൊതിച്ചു പോയടാ. ശത്രുക്കൾ കൊതിക്കുകയാ, ഇതെന്ത് മരണമാണല്ലോ, ഇതെന്ത് മരണമാണല്ലോ. ഇത്രയും ക്രൂരത ചെയ്തിട്ട് പോലും ഈ ഹുബൈബെന്ന് കരയുന്നില്ലല്ലോ, ഈ ഹുബൈബെന്ന് പേടിച്ചില്ലല്ലോ, ഈ ഹുബൈബ് ചിരിക്കുകയാണല്ലോ. എന്തിനാ വാപ്പാ ഈ നാട്ടിലെ പലരും മരിച്ചു കിടന്നപ്പോ ജീവിച്ചിരുന്നപ്പോ അവന്റെ നിറം കറുത്തതായിരുന്നു. സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ ഭാര്യ പോലും കൂടെ കൊണ്ട് നടക്കില്ലായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനല്ലേ 3 കഷ്ടം വെള്ളത്തുടിയിൽ പുതച്ചു കിടന്നപ്പോ മുഖത്തെന്ത് പ്രകാശമാ, ചുണ്ടിലൊരു വല്ലാത്ത പുഞ്ചിരിയാ. മരിച്ചു കിടന്ന ഭർത്താവിന്റെ മുഖത്ത് ചിരി കണ്ട പെങ്ങള് നിസ്കരിച്ചതിനല്ല കൊടുത്തതാ, നിസ്കരിച്ചതിനല്ല കൊടുത്ത പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത് അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവേ ഈമാനുള്ള മരണം തരണേ അല്ലാ, ഈമാനുള്ള മരണം തരണേ അല്ലാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത്.